കോട്ടകളിളക്കിയ കനത്ത തോൽവിക്ക് പിന്നാലെ CPIM-ൽ നേതൃത്വത്തിനെതിരെ അമർഷം പുകയുന്നു. തെറ്റുതിരുത്തൽ പ്രക്രിയ അനിവാര്യമെന്ന് പി ജയരാജൻ FB പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടി. ജയരാജന് ബുദ്ധി ഉദിച്ചെന്ന് തളിപ്പറമ്പിൽ ജയിച്ച TK ഗോവിന്ദൻ പ്രതികരിച്ചു. നാളെ ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരാജയത്തെക്കുറിച്ചുള്ള പ്രാഥമിക വിലയിരുത്തൽ നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDF-ന്റെ പ്രോജ്വല വിജയത്തിൽ CPIM-ൽ നിന്നുണ്ടായ ഏറ്റവും കണിശമായ പ്രതികരണം പി ജയരാജന്റേതാണ്. തെറ്റുതിരുത്തൽ പ്രക്രിയ CPIM-ൽ ആവശ്യമെന്ന് പറഞ്ഞ ജയരാജന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കമ്മ്യൂണിസ്റ്റുകാർ പാർലമെന്ററി വ്യവസ്ഥയിൽ ഏർപ്പെടുമ്പോൾ പലതരം ജീർണതകളും കടന്നുവരും. അത്തരം ജീർണതകൾ ചർച്ച ചെയ്ത് തിരുത്താതിരുന്നാൽ ജനങ്ങൾക്കിടയിൽ പാർട്ടിയെക്കുറിച്ചുള്ള വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കും. മൂർത്തമായ അത്തരം പ്രശ്നങ്ങളും പരിശോധിക്കാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകാനാകില്ല എന്ന് ജയരാജൻ ചൂണ്ടിക്കാട്ടുന്നു. പി ജയരാജൻ ഇപ്പോൾ ബുദ്ധിയുദിച്ചത് എവിടെ നിന്നെന്നറിയില്ലെന്ന് തളിപ്പറമ്പിൽ ജയിച്ച TK ഗോവിന്ദൻ പ്രതികരിച്ചു. പാർട്ടി ജനങ്ങളെ വെല്ലുവിളിക്കരുത്, തിരുത്തിയാൽ പാർട്ടിക്ക് നല്ലതെന്നും TK ഗോവിന്ദൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇപ്പം ജയരാജന് എങ്ങനെയാണ് ഈ ബുദ്ധി ഉദിച്ചത് എനിക്കറിയില്ല. കാരണം ജയരാജന് ഇവിടെ ഈ തെറ്റായ പ്രവണതയെ ജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി വീടാതരം കയറി വോട്ട് പിടിച്ചോണം ജയരാജൻ. എന്നിട്ടും ഫലം കണ്ടില്ലാന്ന് തോന്നിയപ്പോഴാണ് ഇപ്പം തിരുത്തണം എന്ന് പറയുന്നത്. പാർട്ടി തിരുത്തൊക്കെ നല്ലത്, പാർട്ടി തിരുത്തി പോകേണ്ടി വരും. ഇനി ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്ന് ഇവിടുത്തെ പാർട്ടി പാഠം പഠിച്ചാൽ അത്രയും നല്ലത്. ഈ പാർട്ടിക്ക് ഭാവിയുണ്ട്, ഇല്ലെങ്കിൽ ഈ പാർട്ടി വലിയ തകർച്ചയിലേക്ക് പോകും. CPIM-ന്റെ കണ്ണൂർ കോട്ടയിളകിയതിന് പിന്നാലെ MV ഗോവിന്ദനും KK രാഗേഷിനുമെതിരെ തളിപ്പറമ്പ് മണ്ഡലത്തിലെ ധർമ്മശാലയിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. പൊതുമണ്ഡലങ്ങളിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെയും ജില്ലാ സെക്രട്ടറിയെയും മാറ്റുക എന്നാണ് ആവശ്യം. സൈബറിടത്തിലും MV ഗോവിന്ദനെതിരെ അനുഭാവികളുടെ രോഷപ്രകടനമാണ്. ഗോവിന്ദന്റെ FB പോസ്റ്റിന് താഴെയാണ് സൈദ്ധാന്തിക ഭാഷ്യങ്ങൾക്കെതിരായ അമർഷം. CPIM-ന്റെ തോൽവിയുടെ കാരണങ്ങൾ ഇഴകീറി പരിശോധിക്കാനുള്ള സമയമാണ്. നാളെ ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതിന്റെ തുടക്കമാകും. 10, 11 തീയതികളിൽ ഡൽഹിയിൽ ചേരുന്ന PB യോഗം പരാജയ കാരണങ്ങളും സംഘടനാ വീഴ്ചകളും ചർച്ച ചെയ്യും. 22-നും 23-നും കേന്ദ്ര കമ്മിറ്റി യോഗവും വിളിച്ചിട്ടുണ്ട്. UDF തരംഗത്തിന്റെ പ്രധാന കാരണം സർക്കാർ വിരുദ്ധതയാണെന്ന് ഇപ്പോഴേ പറയുകയാണ് CPI. CPIM-നെ വെല്ലുവിളിച്ച വിമതർ വിജയിച്ചത് ഇരുത്തി ചിന്തിക്കേണ്ട രാഷ്ട്രീയ പ്രതിഭാസമാണെന്ന് CPI മുഖപത്രം ജനയുഗം ഓർമ്മിപ്പിക്കുന്നു. ധാർഷ്ട്യവും ധൂർത്തും പ്രതിപക്ഷബോധമില്ലാത്ത പെരുമാറ്റവുമാണ് ഇടതുപക്ഷത്തെ തോൽപ്പിച്ചതെന്നാണ് സംസ്ഥാന മുഖപത്രം സുപ്രഭാതത്തിന്റെ വിമർശനം. ഭരണ തുടർച്ചയുടെ ആലസ്യം ഉൾപ്പെടെയുള്ള കാരണങ്ങൾ നിരത്തിയാണ് സിറാജിലെ മുഖപ്രസംഗം. കനത്ത തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച പിണറായി വിജയൻ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി. ഔദ്യോഗിക വാഹനവും പതിവ് പോലീസ് അകമ്പടിയും ഒഴിവാക്കി AKG സെന്ററിലെ വാഹനത്തിലായിരുന്നു യാത്ര. മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ ചിരിയിൽ മാത്രം ഒതുക്കി മറുപടി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.